ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ആധികാരികമായും ആഴത്തിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടി വിയുടെ മാന്യപ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. എസ്തേറിൻ്റെ പുസ്തകത്തിലൂടെ ഒരു തീർത്ഥാടനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എസ്തേറിൻ്റെ പുസ്തകത്തിലെ പ്രധാന കഥാപാത്രങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് സുപരിചിതരായി കഴിഞ്ഞിരിക്കുന്നു. അവിടെ നമ്മൾ മൊർദെഖായി എന്ന മഹാനായ ഒരു യഹൂദനെ കണ്ടുമുട്ടി. മൊർദെഖായിയുടെ വളർത്തുപുത്രിയും ഇപ്പോൾ പേർഷ്യൻ രാജാവായ അഹസ്വേരുസിൻ്റെ രാജ്ഞി പദത്തിലും എത്തി നിൽക്കുന്ന എസ്തേർ എന്ന മഹാരാജ്ഞിയെ നമ്മൾ കണ്ടുമുട്ടി. യഹൂദരുടെ കൂട്ടക്കൊല ആഗ്രഹിച്ച് മനസ്സിൽ പകയും കുടിലതയുമായി നടക്കുന്ന ഹാമാൻ എന്ന വില്ലനെ ഇതിനകം നമ്മൾ കണ്ടു കഴിഞ്ഞു. കുറച്ച് സമയം വില്ലൻ്റെ പക്ഷം ചേരുകയും പിന്നീട് നന്മയുടെ പക്ഷം ചേർന്ന് നായക കഥാപാത്രങ്ങളോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപതിയായ അഹസ്വേരുസ് രാജാവിനെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ പ്രധാനമായും കാണുന്നത് ജനങ്ങളെയാണ്. 8-ാം അധ്യായത്തിൻ്റെ 2 ഭാഗങ്ങളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. 8-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. അവിടെയാണ് ഒരു പുതിയ രാജശാസനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾക്ക് ശേഷവും 8-ാം അധ്യായത്തിൻ്റെ 13 മുതൽ ഉള്ള 2-ാം ഭാഗത്തിൻ്റെ ഇടയിലുമായി മറ്റൊരധ്യായം 16-ാം അധ്യായം എന്ന നിലയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നും ആ 16-ാം അധ്യായം ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട ഒരു ഭാഗമാണ് എന്നും ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഇന്ന് 8-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എട്ടാം അധ്യായത്തിൻ്റെ 13 മുതൽ 17 വരെയുള്ള 2-ാം ഭാഗത്ത് ഞാൻ പറഞ്ഞതുപോലെ ജനത്തിൻ്റെ പ്രതികരണമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ജനം എങ്ങനെ പുതിയ ഒരു രാജശാസനത്തോട് പ്രതികരിച്ചു. തീർച്ചയായും നമുക്കറിയാം, ജനം ഇപ്പോൾ ആഘോഷത്തിമിർപ്പിലാണ്. കാരണം അവർക്കനുകൂലമായി ചരിത്രഗതികളെ ദൈവം വഴിതിരിച്ചു വിട്ടിരിക്കുന്നു. ഈ ഭാഗത്തിൻ്റെ ഉള്ളടക്കം നമുക്കൊന്ന് പരിശോധിക്കാം. 8-ാം അധ്യായത്തിൻ്റെ 13, 14 തിരുവചനങ്ങളിൽ രാജശാസനം പ്രസിദ്ധീകരിക്കപ്പെടുന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. 8-ാം അധ്യായത്തിൻ്റെ 15, 17 തിരുവചനങ്ങളിൽ യഹൂദരുടെ ആഹ്ലാദത്തിൻ്റെ ദിനത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. നമുക്ക് ഈ വചനഭാഗങ്ങൾ വായിച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് പോകാം. 8-ാം അധ്യായത്തിൻ്റെ 13, 14 തിരുവചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവിടെയാണ് രാജശാസനം പ്രസിദ്ധപ്പെടുത്തുന്നതിനെക്കുറിച്ച് പറയുന്നത്. ഈ സമയം സാധിക്കുമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എന്നോടൊപ്പം തന്നെ വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുക്കണം. നമുക്ക് ഒരുമിച്ച് വായിക്കാം. അപ്രകാരം വചനത്തെ കുറച്ചുകൂടി നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴപ്പെടുത്താൻ നമുക്ക് ശ്രദ്ധിക്കുകയും ചെയ്യാം. എസ്തേറിൻ്റെ പുസ്തകം 8-ാം അധ്യായം 13, 14 തിരുവചനങ്ങളാണ് ഇപ്പോൾ വായിക്കുന്നത്. ഈ എഴുത്തിൻ്റെ ഒരു പകർപ്പ്
ഒരു കൽപ്പനയായി എല്ലാ പ്രവിശ്യകളിലും പ്രസിദ്ധീകരിക്കുകയും ജനങ്ങളുടെ ഇടയിൽ വിളംബരം ചെയ്യുകയും വേണ്ടിയിരുന്നു. ആ ദിവസം യഹൂദർ തങ്ങളെ ആക്രമിക്കുന്ന ശത്രുക്കൾക്കെതിരെ പ്രതികാരം ചെയ്യാൻ തയ്യാറാകേണ്ടിയിരുന്നു. അതുകൊണ്ട് രാജാവിൻ്റെ സേവനത്തിനുപയോഗിച്ചിരുന്ന വേഗമേറിയ കുതിരയുടെ പുറത്ത് രാജകൽപ്പനയനുസരിച്ച് ദൂതന്മാർ ശീഘ്രം പുറപ്പെട്ടു. വിളംബരം തലസ്ഥാനമായ സൂസായിൽ പ്രസിദ്ധപ്പെടുത്തി. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ സകല പ്രവിശ്യകളിലേക്കും പുതിയ രാജശാസനം എപ്രകാരമാണ് എത്തപ്പെട്ടത് എന്ന് ഇവിടെ ഒരിക്കൽ കൂടി വിശദീകരിക്കുകയാണ്. ഇതിനു മുമ്പ് കണ്ടു കഴിഞ്ഞതാണ്. ഇതിവിടെ ആവർത്തിക്കുകയാണ്, വിശദീകരിക്കുകയാണ്. മാത്രവുമല്ല, പുതിയ രാജശാസനം അനുസരിച്ച് യഹൂദർക്ക് പ്രതികരിക്കാനുള്ള, സ്വയം പ്രതിരോധിക്കാനുള്ള, ചെറുത്തുനിൽപ്പ് നടത്താനുള്ള അനുവാദവും നൽകപ്പെടുകയാണ്. ഹാമാൻ തയ്യാറാക്കി രാജമുദ്ര ചാർത്തപ്പെട്ട് വിളംബരം ചെയ്യപ്പെട്ട രാജശാസനം യഹൂദരുടെ കൂട്ടക്കുരുതിക്ക് ആഹ്വാനം ചെയ്യുന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ രാജശാസനം വഴി, ഈ പുതിയ മൂന്നാമത്തെ രാജശാസനം വഴി യഹൂദർക്ക് ചെറുത്തു നിൽക്കാൻ ഉള്ള, പ്രതിരോധിക്കാനുള്ള അവകാശം, അനുവാദം ലഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് വരാം. യഹൂദരുടെ ആഹ്ലാദത്തിൻ്റെ ദിനത്തെക്കുറിച്ച് പറയുന്ന 8-ാം അധ്യായത്തിൻ്റെ 15, 16, 17 തിരുവചനങ്ങളാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. സൂസാ നഗരമാകെ ആർപ്പ് വിളിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യവേ മൊർദെഖായി നീലയും വെള്ളയുമായ രാജകീയ വസ്ത്രവും ഒരു വലിയ സ്വർണ്ണക്കിരീടവും നേരിയ ചണനൂൽ കൊണ്ടുള്ള ചമന്ന മേലങ്കിയും അണിഞ്ഞ് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. യഹൂദർ പ്രസന്നരായി. അവർക്ക് സന്തുഷ്ടിയും ആനന്ദവും ബഹുമാനവും കൈവന്നു. രാജകൽപ്പനയും വിളംബരവും എത്തിയ സകല പ്രവിശ്യകളിലും നഗരങ്ങളിലും യഹൂദർ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു. അവർക്കത് വിശ്രമത്തിൻ്റെയും ഉത്സവാഘോഷത്തിൻ്റെയും ദിവസമായിരുന്നു. രാജ്യത്തെ ആളുകളിൽ അനേകം പേർ തങ്ങൾ യഹൂദരാണെന്ന് പ്രഖ്യാപിച്ചു. എന്തെന്നാൽ യഹൂദരെക്കുറിച്ചുള്ള ഭയം അവരെ പിടികൂടിയിരുന്നു. യഹൂദരുടെ ആഘോഷത്തിൻ്റെ വിവരണമാണ് ഹ്രസ്വമായി ഇവിടെ നൽകിയിരിക്കുന്നത്. കൂട്ടക്കുരുതിയിൽ നിന്നും വംശനാശത്തിൽ നിന്നും രക്ഷപ്പെട്ട, അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു ജനത്തിൻ്റെ ആഹ്ലാദമായിട്ട് നമ്മളിതിനെ മനസ്സിലാക്കണം. ഈ ജനത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ പ്രതീകമാണ് ഇപ്പോൾ മൊർദെഖായി എന്ന യഹൂദൻ. ഒന്ന് ഓർത്തു നോക്കുക, ഏതാനും നാൾ മുൻപ് വരെ വസ്ത്രം കീറി, ചാക്കുടുത്ത്, ചാരം പൂശി, അത്യുച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് രാജവീതിയിലൂടെ, നഗരമധ്യത്തിലൂടെ, രാജാവിൻ്റെ പടിവാതിൽക്കലൂടെ അലഞ്ഞു നടന്ന ഒരു ഭിക്ഷക്കാരനെ പോലെ അലഞ്ഞു നടന്നവനായിരുന്നു മൊർദെഖായി. അയാളുടെ ഹൃദയം നിറയെ ഭയമായിരുന്നു, വലിയ ആകുലതയും ആശങ്കയുമായിരുന്നു. കാരണം ഇതാ തൻ്റെ ജനം കൂട്ടമായി കൊല്ലപ്പെടാൻ പോകുന്നു, വംശനാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്നു. എന്നാൽ ഇപ്പോൾ അതേ മൊർദെഖായി നീലയും വെള്ളയുമായ രാജകീയ വസ്ത്രവും ഒരു വലിയ സ്വർണ്ണക്കിരീടവും നേരിയ ചണനൂൽ കൊണ്ടുള്ള ചമന്ന മേലങ്കിയും അണിഞ്ഞ് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് വചനം പറയുന്നത്. സ്നേഹമുള്ളവരെ, എത്ര വലിയ മാറ്റമാണ്! ഇന്നലെ ഒരു ഭിക്ഷക്കാരനെ പോലെ കീറിയ വസ്ത്രമുടുത്ത്, ചാക്ക് വസ്ത്രമുടുത്ത്, ചാരം പൂച്ചി നിലവിളിച്ചുകൊണ്ട് നടന്നവൻ ഇന്നിതാ രാജസന്നിധിയിൽ ശ്രേഷ്ഠമായ വസ്ത്രങ്ങൾ, അത്യാഡംബരമായ വസ്ത്രങ്ങളും സ്വർണ്ണക്കിരീടവും ഒക്കെ അണിഞ്ഞ് രാജസന്നിധിയിൽ നിൽക്കുന്നു. ഇത്
ദൈവത്തിൻ്റെ കരം കൊണ്ട് മാത്രം സംഭവിക്കുന്ന അത്ഭുതമാണ്. ഇതിനു പിന്നിൽ ദൈവകരമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് വായനക്കാരന് ബോധ്യപ്പെടുകയാണ് ഈ സമയം. ദൈവം ഇടപെടുമ്പോൾ ചരിത്രം പുനഃസൃഷ്ടിക്കപ്പെടും. ഇത് ഈ യഹൂദരുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയ അത്ഭുതം കൂടിയാണ്. കൊല്ലപ്പെടേണ്ടവർ, വംശനാശം നടത്തപ്പെടേണ്ടവർ ഇതാ ഇപ്പോൾ അവർ അനുഗ്രഹീതരായി സംരക്ഷിതരായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് അവർ സന്തോഷിക്കുന്നു. വൈ ദ ജ്യൂസ് റിജോയ്സ്ഡ്, എന്തുകൊണ്ട് യഹൂദർ സന്തോഷിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് സന്തോഷിക്കാം എന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ കൂടി ഇവിടെ നൽകുന്നുണ്ട്. യെസ്, ദ ജ്യൂസ് റിജോയ്സ്ഡ് ഇൻ ദ ഡൗൺഫോൾ ഓഫ് ദെയർ എനിമി. അവരുടെ ശത്രു, അവരുടെ നാശം ആഗ്രഹിച്ചിരുന്നവൻ, അതിനുവേണ്ടി ഗൂഢാലോചനകൾ നടത്തിയവൻ ഹാമാൻ എന്ന ശത്രു തകർന്നിരിക്കുന്നതിനാൽ അവർ സന്തോഷിക്കുന്നു. Yes, they rejoice in their patronage by a queen of their own blood and nation. യഹൂദർ സന്തോഷിക്കുന്നു കാരണം അവരുടെ വംശത്തിൽപ്പെട്ട, അവരുടെ കുടുംബത്തിൽപ്പെട്ട യഹൂദ രക്തമുള്ളവൾ എസ്തേർ ഇതാ പേർഷ്യ എന്ന മഹത്തായ സാമ്രാജ്യത്തിൻ്റെ രാജ്ഞീപദത്തിലെത്തി നിൽക്കുന്നു. Why the Jews rejoiced? Yes, they rejoiced in their countrymen Mordecai being exalted to be a chief minister of the state. യഹൂദർ സന്തോഷിക്കുന്നു കാരണം അവരുടെ വംശത്തിൻ്റെ പ്രതിനിധി മൊർദെഖായി ഇതാ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ രാജാവിൻ്റെ രാജകീയ സന്നിധിയിൽ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. Why the Jews rejoiced? In the favor towards them from the great king. പേർഷ്യൻ രാജാവിന്, സാമ്രാജ്യത്തിൻ്റെ അധിപന് അവരോട് തോന്നിയ വലിയ അനുകമ്പയെക്കുറിച്ചോർത്ത് അവർ സന്തോഷിക്കുന്നു. ഫോർ പെർമിഷൻ ടു ഡിഫെൻഡ് ദംസെൽസ്. അതേ, യഹൂദർ സന്തോഷിക്കുകയാണ് കാരണം ഇതാ ഇപ്പോൾ രാജകീയ ശാസനം വഴി തങ്ങളുടെ സ്വത്തിനും തങ്ങളുടെ ജീവനും സംരക്ഷണമൊരുക്കാൻ അവർക്ക് അനുവാദം ലഭിച്ചിരിക്കുന്നു. പ്രതിരോധിക്കാനും പ്രതികരിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള അനുവാദം രാജകീയ കൽപ്പന വഴി അവർക്ക് ലഭിച്ചിരിക്കുന്നു. Why the Jews rejoiced? Yes, they rejoiced in their consequent delivery from the fear of massacre. ഒരു കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെട്ട ജനത്തിൻ്റെ ആനന്ദമാണിത്. അതുകൊണ്ട് യഹൂദർക്ക് ആനന്ദിക്കാൻ, ആഹ്ലാദിക്കാൻ, എല്ലാവിധ അർത്ഥത്തിലും യഹൂദർക്ക് ആനന്ദിക്കാനുള്ള സമയമാണ് ഇത്. തുടർന്ന് പറയുകയാണ്, യഹൂദരുടെ മുഖം പ്രസന്നമായി. യഹൂദരുടെ മുഖം പ്രസന്നമായി. യഹൂദർക്ക് പ്രകാശം ലഭിച്ചു എന്നാണ് ഈ പ്രസന്നമായി എന്നതിനുള്ള ഹീബ്രു വാക്കിൻ്റെ അക്ഷരാർത്ഥം. യഹൂദർക്ക് പ്രകാശം ലഭിച്ചു. കാരണം അതുവരെ യഹൂദർക്ക് അന്ധകാരമായിരുന്നു. യഹൂദർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും കൈവന്നു. യഹൂദരുടെ വിജയം ദൈവത്തിൽ നിന്നുമാണ്. പ്രസന്നതയും പ്രകാശവും ചൈതന്യവുമൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ് എന്നും ഇവിടെ സൂചിപ്പിക്കുക. ഇത്തരുണത്തിൽ ഏശയ്യാ പ്രവാചകൻ്റെ വചനങ്ങൾ വളരെ പ്രസക്തമാണ്. ഏശയ്യാ പ്രവചന പുസ്തകത്തിൻ്റെ 58:8 ഇപ്രകാരം പറയുന്നു: അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും. അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിടരും. യഹൂദർക്ക് പ്രകാശം ലഭിച്ചു എന്നത് ഈ വചനത്തിൻ്റെ പൂർത്തീകരണമായി നമുക്ക് മനസ്സിലാക്കാം. അവരുടെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിഞ്ഞു. യെശയ്യാ 60:19 പറയുന്നു: പകൽ സൂര്യനായിരിക്കുകയില്ല,
ഇനി നിനക്ക് പ്രകാശം തരിക. നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല പ്രശോഭിക്കുന്നത്, കർത്താവായിരിക്കും നിൻ്റെ നിത്യമായ പ്രകാശം, നിൻ്റെ ദൈവമായിരിക്കും നിൻ്റെ മഹത്വം. യഹൂദർ പ്രകാശിതരായി, യഹൂദർ പ്രസന്നരായി എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് യഹൂദർക്ക് ലഭിക്കുന്ന പ്രകാശം അത് സൂര്യനോ ചന്ദ്രനോ നൽകുന്ന പ്രകാശമല്ല, മറിച്ച് കർത്താവ് നൽകുന്ന പ്രകാശമാണ്. കർത്താവായിരിക്കും നിൻ്റെ നിത്യമായ പ്രകാശം. അങ്ങനെ തിരുവചനങ്ങളുടെ പ്രവചനങ്ങളുടെ പൂർത്തീകരണം എന്ന വിധത്തിൽ ഇതാ യഹൂദർക്ക് പ്രകാശം ലഭിച്ചിരിക്കുന്നു. അവർ ആദരണീയരായി മാറിയിരിക്കുന്നു. അവർക്ക് ബഹുമാനം ലഭിച്ചിരിക്കുന്നു സകല ജനതകളുടെയും മുൻപിൽ. ദൈവമായ കർത്താവ് തൻ്റെ രക്ഷയുടെ കരം കൊണ്ട് അവരെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. അടുത്തതായി നമുക്ക് 9-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. യഹൂദരുടെ പ്രതികാരവും പൂരീം തിരുനാളിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളുമാണ് ഈ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ ദീർഘമായ ഒരു അധ്യായമാണ്. നമുക്ക് അധ്യായം മെല്ലെ മെല്ലെ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കാം. ഈ അധ്യായത്തിൻ്റെ ഘടന ഒന്ന് പരിശോധിക്കാൻ ആഗ്രഹിക്കുകയാണ്. 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളിൽ യഹൂദരെ ഭയക്കുന്ന ശത്രുക്കളെക്കുറിച്ച് പറയുകയാണ്. അതുവരെ ശത്രുക്കളെ ഭയന്നിരുന്ന യഹൂദരായിരുന്നുവെങ്കിൽ ഇതാ യഹൂദരെ ഭയപ്പെടുന്ന ശത്രുക്കളെക്കുറിച്ച് 9-ാം അധ്യായത്തിൻ്റെ 1, 4 തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നു. 9-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിൽ യഹൂദരുടെ ശത്രുക്കൾ നിഗ്രഹിക്കപ്പെടുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. 9-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിൽ എസ്തേർ രാജ്ഞി വീണ്ടും യഹൂദർക്കായി രാജസന്നിധിയിൽ കടന്നു വന്ന് ഇടപെടുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. 9-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളിൽ യഹൂദരുടെ വിശ്രമദിനങ്ങളെക്കുറിച്ച്, ആദാർ മാസത്തിൻ്റെ 14, 15 ദിവസങ്ങൾ, 14, 15 തീയതികൾ യഹൂദർ വിശ്രമത്തിനായി തിരുനാളിനായി മാറ്റിവെക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. 9-ാം അധ്യായത്തിൻ്റെ 20, 21, 22 തിരുവചനങ്ങളിൽ പൂരീം ഉത്സവാഘോഷത്തെ സംബന്ധിക്കുന്ന ചരിത്രരേഖ തയ്യാറാക്കപ്പെടുന്നതിനെക്കുറിച്ച് പറയുന്നു. 9-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളിൽ പൂരീം എന്ന ആ പദത്തിൻ്റെ വ്യുൽപ്പത്തി, അതെങ്ങനെ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ചുള്ള വിവരം നമുക്ക് ലഭിക്കുന്നു. 9-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങളിൽ പൂരീം ആഘോഷത്തെ സംബന്ധിക്കുന്ന ഒരു രണ്ടാമത്തെ കത്തിനെക്കുറിച്ച്, രണ്ടാമത്തെ രേഖയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ഇത്രയുമാണ് പ്രധാനമായിട്ടും ഈ അധ്യായത്തിൻ്റെ ഘടന, ഉള്ളടക്കം. നമുക്ക് ഇതിലെ ഓരോ ഭാഗങ്ങളും ഒന്ന് വായിച്ച് വിശദീകരിച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് പോകാം. 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളാണ് ഇപ്പോൾ വായിക്കുന്നത്. 12-ാം മാസമായ ആദാർ 13-ാം ദിവസം രാജാവിൻ്റെ കൽപ്പനയും വിളംബരവും നിർവഹിക്കപ്പെടേണ്ട ആ ദിവസം, യഹൂദരെ കീഴടക്കാമെന്ന് അവരുടെ ശത്രുക്കൾ പ്രതീക്ഷിച്ചിരുന്ന ആ ദിവസം, യഹൂദർ തങ്ങളുടെ ശത്രുക്കളുടെ മേൽ വിജയം നേടുന്നവരായി മാറി. അഹസ്വേരൂസ് രാജാവിൻ്റെ എല്ലാ പ്രവിശ്യകളിലും തങ്ങളുടെ നഗരങ്ങളിൽ യഹൂദർ തങ്ങളുടെ നാശം ആഗ്രഹിച്ചിരുന്നവരെ വധിക്കാൻ ഒരുമിച്ചുകൂടി. ആർക്കും അവർക്കെതിരെ നിലകൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം അവരെക്കുറിച്ചുള്ള ഭയം അത്ര കണ്ട് എല്ലാ ജനതകളെയും ബാധിച്ചിരുന്നു. പ്രവിശ്യകളിലെ എല്ലാ പ്രഭുക്കന്മാർക്കും ദേശാധിപതികൾക്കും നാടുവാഴികളും രാജസേവകന്മാരും യഹൂദരെ സഹായിച്ചു. കാരണം അവർ മൊർദെക്കായിയെ ഭയന്നു. മൊർദെക്കായി രാജാവിൻ്റെ ഭവനത്തിൽ ഉന്നതനായിരുന്നു. അവൻ്റെ കീർത്തി സകല പ്രവിശ്യകളിലും വ്യാപിച്ചു. അങ്ങനെ മൊർദെക്കായി കൂടുതൽ കൂടുതൽ ശക്തനായി തീർന്നു. ആദാർ മാസത്തിൻ്റെ 13-ാം ദിവസത്തെക്കുറിച്ച് തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുകയാണ്. എന്താണ് ഈ ആദാർ മാസം 13-ാം ദിവസത്തിൻ്റെ പ്രത്യേകത? യഹൂദരെ കീഴടക്കാമെന്ന്
അവരുടെ ശത്രുക്കൾ പ്രതീക്ഷിച്ചിരുന്ന ദിവസം, യഹൂദർ കൂട്ടക്കൊല ചെയ്യപ്പെടുമെന്ന് ഭയന്നിരുന്ന ദിവസം, ആ ദിവസം വലിയ അത്ഭുതം ഇപ്പോൾ സംഭവിക്കുകയാണ്. 12-ാം മാസമായ ആദാർ 13-ാം ദിവസം രാജാവിൻ്റെ കൽപ്പനയും വിളംബരവും നിർവഹിക്കപ്പെടേണ്ട ആ ദിവസം യഹൂദർ തങ്ങളുടെ ശത്രുക്കളുടെ മേൽ വിജയം നേടുന്ന ദിവസമായി മാറി. ദൈവം ചരിത്രത്തിൽ ഇടപെടുമ്പോൾ ചരിത്രഗതികൾ മാറി മറിയും എന്നതിന് ഇതൊരു നിദർശനമാണ്. 12-ാം മാസത്തിൻ്റെ ആദാർ മാസത്തിൻ്റെ 13-ാം തീയതി യഹൂദരെ കൊന്നു തീർക്കാനുള്ള ഭാഗ്യ മാസവും ദിനവുമെന്ന് ഹാമാൻ അനവധി തവണ നറുക്കിട്ട് കണ്ടെത്തിയ ദിനമായിരുന്നു. എന്നാൽ ആ ദിവസം സമാഗതമാവുമ്പോൾ ഹാമാൻ ഇപ്പോൾ ജീവനോടെയില്ല. അവൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഹാമാനെയും അനുയായികളെയും സംബന്ധിച്ച് ഈ ദിനം, ആദാർ മാസത്തിൻ്റെ 13-ാം ദിനം, ഒരു ദുരന്ത ദിനമായി മാറിയിരിക്കുന്നു. ഈ വാർത്ത എല്ലാ പ്രവിശ്യകളിലൂടെയും പരന്നു. പേർഷ്യൻ സാമ്രാജ്യമാകെ ഇത് വിളംബരം ചെയ്യപ്പെടുന്നു, അറിയുന്നു. അതിനാൽ ശത്രുക്കൾ യഹൂദരെ ഭയന്നു തുടങ്ങി. അതുവരെ ശത്രുക്കളെ ഭയന്നിരുന്ന യഹൂദരെ ഇപ്പോൾ ശത്രുക്കൾ ഭയന്നു തുടങ്ങി. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ വിവിധ പ്രവിശ്യകളിൽ യഹൂദരുടെ ഉന്മൂല നാശം കൊതിച്ചിരുന്ന ധാരാളം ശത്രുക്കളുണ്ടായിരുന്നു. എന്നാൽ പേർഷ്യൻ സാമ്രാജ്യത്തിലെ ജനങ്ങൾ മുഴുവൻ യഹൂദരുടെ ശത്രുക്കളായിരുന്നു എന്ന് കരുതുന്നതും ശരിയല്ല. ഹാമാനും അയാളോട് ചേർന്ന് നിന്നിരുന്നവരുമായിരുന്നു പ്രധാനമായിട്ടും യഹൂദരുടെ ശത്രുക്കൾ. കാരണം അവരുടെ ചിന്ത നിറയെ യഹൂദ വിരുദ്ധതയായിരുന്നു. വെറുക്കപ്പെടേണ്ടവരും നിർമാർജനം ചെയ്യപ്പെടേണ്ടവരുമാണ് യഹൂദർ എന്ന് അവർ കരുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. 20-ാം നൂറ്റാണ്ടിലെ ഹിറ്റ്ലറുടെ അതേ ചിന്താഗതി ഉണ്ടായിരുന്ന വ്യക്തികളായിരുന്നു ഈ ഹാമാനും കൂട്ടരും. ഒരു ജനോസൈഡ് അവർ ആഗ്രഹിച്ചു. യഹൂദരുടെ ഒരു വംശഹത്യ അവർ ആഗ്രഹിച്ചു. ഈ വംശഹത്യയാണ് യഹൂദർ ഇപ്പോൾ ചെറുത്ത് നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. ഇന്നും നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദിനങ്ങളിലും യഹൂദരുടെ വംശഹത്യ ആഗ്രഹിക്കുന്ന അനേകം പേരുണ്ട് എന്നതാണ് സത്യം. ഇതിൻ്റെ അവസാന ഭാഗത്ത് ഈ മൊർദെഖായിയുടെ അധികാരത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. ഇന്നലെ വരെ മൊർദെഖായി അവഗണിക്കപ്പെട്ടവനാണ്, കൊലയ്ക്ക് വിധിക്കപ്പെട്ടവനാണ്, നിന്ദിതനാണ്, നിശബ്ദനായിരുന്നു. ഇന്ന് അവർ മൊർദെഖായെ ഭയന്നു. മൊർദെഖായി രാജാവിൻ്റെ ഭവനത്തിൽ ഉന്നതനായി. അവൻ്റെ കീർത്തി സകല പ്രവിശ്യകളിലും വ്യാപിച്ചു. അങ്ങനെ മൊർദെഖായി കൂടുതൽ കൂടുതൽ ശക്തനായിത്തീർന്നു എന്നാണ് പറയുന്നത്. കഴുമരത്തിൽ കൊല്ലപ്പെട്ട് ശപിക്കപ്പെട്ട ഓർമ്മയായി തീരേണ്ടവൻ ഇന്ന് ഒരു ജനതയുടെ വിമോചകനായിത്തീരുന്നു. നീതിമാന്മാർക്കെതിരെ കഴുമരങ്ങൾ ഉയർത്തുന്ന അഭിനവ ഹാമാന്മാർക്കുള്ള ഒരു താക്കീതാണ് സത്യത്തിൽ മൊർദെഖായിയുടെ ഉയർച്ച എന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം, ചരിത്രത്തിൽ പിന്നീട് ഒരിക്കൽ മറ്റൊരു കഴുമരത്തിൽ നിന്നും നീതിയുടെയും നന്മയുടെയും ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചു. കാരണം സത്യവും നീതിയും നന്മയും എന്നേക്കുമായി കുഴിച്ചു മൂടാൻ ലോകത്തിലെ ഒരു ശക്തിക്കും സാധിക്കില്ല എന്ന് ചരിത്രം തന്നെ നമുക്ക് ഉറപ്പു തരികയാണ്. ഈശോയുടെ കാര്യത്തിൽ നടന്നതാണ്. ആ കടുമരത്തിലെല്ലാം അവസാനിച്ചു എന്ന് ശത്രുക്കൾ കരുതി.
പക്ഷേ ആ കുരിശാവുന്ന കഴുമരത്തിൽ നിന്നും നീതിയുടെയും നന്മയുടെയും ഉയിർത്തെഴുന്നേൽപ്പ് സംഭവിച്ചു. അതുപോലെ തനിക്കായി ഒരുക്കപ്പെട്ട കഴുമരത്തിൽ നിന്ന് ദൈവം രക്ഷിച്ചെടുത്തവനാണ്, ദൈവം ഉയർത്തിയവനാണ് മൊർദെഖായി. സത്യത്തിൽ ഈ മൊർദെഖായിക്ക് ഇതൊരു പുനർജന്മമാണ്, ഇതൊരു രണ്ടാം ജന്മമാണ്. അവൻ കൊല്ലപ്പെടേണ്ട രാത്രിയിലാണ് ദൈവം ഇടപെടുന്നത്. നീതിക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവർ എക്കാലവും നിശബ്ദരാക്കപ്പെടുകയില്ല എന്ന് ഈ തിരുവചനം നമുക്ക് ഓരോരുത്തർക്കും ഉറപ്പ് തരുന്നുണ്ട്. അതുകൊണ്ട് മൊർദെഖായിയെ പോലുള്ള നിഷ്കളങ്കരെയും നീതിമാന്മാരെയും കൊന്നൊടുക്കിക്കൊണ്ട് സത്യത്തെയും നീതിയെയും കുഴിച്ചു മൂടാമെന്ന് ഇന്ന് ഏതെങ്കിലും അഭിനവ ഹാമാന്മാർ കരുതുന്നുണ്ടെങ്കിൽ, ഉള്ളിൽ പക സൂക്ഷിക്കുന്നവർ കരുതുന്നുണ്ടെങ്കിൽ, അവരുടെ കുടിലത കൊണ്ടവർ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഉള്ള ഒരു താക്കീത് കൂടെയാണ് സത്യത്തിൽ ഈ ദിനം. മൊർദെഖായിയുടെ ജീവിതം എസ്തേറിൻ്റെ പുസ്തകം എന്ന് വ്യക്തമാക്കുകയാണ്. അടുത്തതായി ഇനി വരാനുള്ള ഭാഗത്ത് യഹൂദരുടെ ശത്രുക്കൾ നിഗ്രഹിക്കപ്പെടുന്നതിനെക്കുറിച്ചാണ് വിശദമായിട്ട് പറയുന്നത്. 9-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗത്ത് യഹൂദരുടെ ശത്രുക്കൾ എപ്രകാരമാണ് നിഗ്രഹിക്കപ്പെടുന്നത് എന്ന് വിശദമായിട്ട് സൂചിപ്പിക്കുന്നു. നമുക്ക് ആ ഭാഗം അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് കാണാം.